നമസ്കാരം. നമ്മുടെ വെറ്റില കൃഷിയുടെ ചില ദൃശ്യങ്ങളാണ്. നമ്മൾ പറഞ്ഞിരുന്നു, ഇത് നടുമ്പോൾ മുതൽ നമ്മളിതിൻ്റെ പരിചരണമുറ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, അതിൻ്റെ വളപ്രയോഗങ്ങൾ, വെറ്റനുള്ളൽ മുഴുവൻ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നോക്കൂ, അതൊക്കെ ഏകദേശം 1.5 ഉയരത്തിൽ നമ്മുടെ വെറ്റിലക്കൊടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ശരിക്കും നമ്മൾ ഇതിന് മുമ്പേ ശകലം മുമ്പേ നമ്മൾ ഇറക്കേണ്ടതാണ്. കൊടി ഒടിച്ചിടുക അല്ലെങ്കിൽ കൊടി ഇറക്കുക എന്നൊക്കെ പറയും. അത് നമ്മൾ ഈ അടിയിലെ ചില്ലകൾ, ഈ അടപ്പ് ഇലകളൊക്കെ കണ്ടിച്ച് മാറ്റിയത്, മുറിച്ച് മാറ്റിയതിന് ശേഷം ആ തലകളും ആ വെറ്റ വരുന്ന ആ കണ്ണികളുമൊക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ വളച്ച്, അത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് കാണിക്കാം. വളച്ചിട്ട് അതിൻ്റെ കൊടി തല വളച്ചിട്ട് കൊടുക്കും ആ തണ്ട്. എന്നിട്ട് നമ്മൾ എത്ര ഉയരമാണോ നമുക്ക് വേണ്ടത് അത്ര ഉയരത്തിൽ സെറ്റ് ചെയ്ത് വെച്ച് കെട്ടിയിട്ട് പിന്നീട് ആദ്യമായിട്ട് അങ്ങനെ ചെയ്തിട്ട് പിന്നീട് പോകുന്ന ആ തലയിലുണ്ടാകുന്ന കണ്ണികൾ നല്ല വെറ്റയും അടുപ്പിച്ചടുപ്പിച്ച് കണ്ണികൾ പൊട്ടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതിലൊരു പ്രത്യേകതയുണ്ട്. നോക്കൂ, 2 മുട്ട് 1 2 മുട്ട് കണ്ണി വന്നാൽ പിന്നെ 2 മുട്ട് കണ്ണി ഇല്ലാതാണ്. ആ വെറ്റ ഉണ്ടാകുന്ന കണ്ണി പൊട്ടില്ല. പിന്നീട് അടുത്ത 2 കണ്ണ് ഈ വെറ്റ ഉണ്ടാകുന്ന ആ കണ്ണി പൊട്ടും. പിന്നെ അടുത്ത 2 മുട്ട് അല്ലാതെ പോകും. അടുത്തതിൽ വെറ്റ കണ്ണി പൊട്ടും. അങ്ങനെയാണ് ഈ വെറ്റിലയുടെ ഒരു ഘടന. അതേപോലെ തന്നെ ഏത് ചെറിയ വെറ്റ എടുത്താലും വലിയ വെറ്റ എടുത്താലും വെറ്റില കർഷകർ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. 1 2 3 4 5 6 7 8 9 നരമ്പുകളാണ് നമ്മുടെ വെറ്റയ്ക്ക് ഉള്ളത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനൊരു ചെറിയ തളർത്ത് വരുന്ന ഒരു വെറ്റ എടുത്ത് അതിൽ നിങ്ങൾ എണ്ണി നോക്കിക്കൊള്ളൂ. അതിലും അങ്ങനെ തന്നെയാണ് കാണുക. ഏത് വെറ്റ നിങ്ങളെടുത്താലും ഒരു കേടായ ഒരു വെറ്റ എടുത്ത് നോക്കൂ, ഇത് നോക്കൂ, ഒരു ചെറിയ വെറ്റയാണ്, അതിൻ്റെ എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 9 അങ്ങനെ 9 ഞരമ്പുകളാണ് വെറ്റയ്ക്ക് സ്വാഭാവികമായിട്ടും ഉള്ളത്. അപ്പോൾ ഇത് നോക്കൂ, നമ്മൾ പണ്ട് കാലത്ത് ഈറയൊക്കെ വെച്ച് കെട്ടി ആ ഈറ ഒരു 6 മാസം കഴിയുമ്പോൾ ഒടിഞ്ഞ് മുളക്, ഈ നമ്മുടെ മുള വെച്ച് കെട്ടി മുളക് കുറച്ച് കഴിയുമ്പോൾ ഒടിഞ്ഞ് അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്നത്. ഇപ്പം നോക്കൂ, ഇത് നമ്മൾ മുഴുവൻ കയറിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു 3 ആൾ ഹൈറ്റിൽ വരെ നമ്മൾ ഈ കൊടിയുടെ തല പോകത്തക്ക സംവിധാനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിൽ 3/4 ഇഞ്ച് റൗണ്ട് പൈപ്പാണ് നമ്മൾ കെട്ടിയിട്ടുള്ളത്. അല്പം ചിലവ് നമുക്ക് വരും, എന്നാലും ഈ കൂടെ ഈറയും ഒക്കെ വാങ്ങുന്ന ഒരു ചിലവ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ കയറിൽ യാതൊരു പ്രശ്നവുമില്ലാതെ നന്നായിട്ട് വളരും, യാതൊരു പ്രശ്നവുമില്ല. തല പിടിച്ച് കെട്ടിക്കൊടുക്കാനും ഒക്കെ സൗകര്യമാണ്. കൊച്ചു കെട്ടുന്നാരും മതി. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ഇറക്കാനൊക്കെ സൗകര്യമാണ്. നോക്ക്, നമ്മുടെ ഈ കൊടിയിലെല്ലാം നമ്മൾ അങ്ങനെ ചെയ്ത് തല മേപ്പോട്ട് കയറ്റുകയാണ്. ഞാൻ ഈ തല ഇപ്പോൾ ഇറക്കുന്നില്ല, ഇപ്പം മഴപ്പരുവമാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ മുകളിലേക്ക് പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ തല ഇറക്കി വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വെറ്റില കൃഷിയുടെ ഇപ്പോഴത്തെ രീതി. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോരുത്തരുടെ കൃഷി അഭിപ്രായങ്ങളൊക്കെ അറിയുന്നവർക്ക് പറയാം, വളപ്രയോഗങ്ങളെക്കുറിച്ച് പറയാം, ഇതിലെ പോരായ്മകളെക്കുറിച്ച് പറയാം, മേന്മകളെക്കുറിച്ച് പറയാം. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് പുതിയ പുതിയ ടെക്നിക്കുകൾ പിടികിട്ടുകയും മറ്റുള്ളവർ കൂടെ അറിയാൻ സാധിക്കുകയും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഒരുമിച്ച് ഈ വെറ്റില കൃഷി ചെയ്യുന്ന എല്ലാവർക്കും നന്നായിട്ട് കൃഷി ചെയ്ത് പോകാനും ഒക്കെ പറ്റും. അതേപോലെ നമ്മൾ ഈ നാര് നമ്മൾ ഈ വഴുക കെട്ടുന്നത് ഇതിൻ്റെ ചുവട്ടിൽ കിടക്കാൻ പാടില്ല. അപ്പം ഞാനിത് തോനെയും അധികവും നമ്മൾ കൊടുത്തിരിക്കുന്ന വളമെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി മാത്രമാണ്. ചിലർ ചാണകപ്പൊടി ഉപയോഗിക്കില്ല എന്ന് പറയുന്നു. ചാണകപ്പൊടിയും ചാമ്പലും നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഏകദേശം 1.5 ആൾ ഹൈറ്റിൽ പുറത്ത് നമ്മുടെ കൊടി എത്തിയിട്ടുണ്ട്. നന്നായിട്ട് കണ്ണി പൊട്ടി വരുന്നുണ്ട്, കാണാം. ഇപ്പോൾ ചുവട്ടിൽ കണ്ണി ഇല്ലാത്തതെന്ന് വെച്ചാൽ ആദ്യം ആക്ലിച്ച് കയറിയ ഇതാണ്. അതിന് ഇറക്കി വെക്കുമ്പോഴാണ് ചുവട് മുതലേ കണ്ണിയാവുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഓരോ 2 മുട്ടിലും കണ്ണി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൊടി തലയ്ക്ക് നല്ല കരുത്തും ഉണ്ട്. കണ്ടാലറിയാം, നമുക്ക് അത്യാവശ്യം നല്ല കരുത്തിലാണ് ഇരിക്കുന്നത്. അമിതമായ വളങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പും പിണ്ണാക്ക് ആദ്യം എല്ലുപൊടി ഇട്ട് കൊടുത്തിരുന്നു. പിന്നീട് എല്ലുപൊടിയിൽ ഇപ്പോൾ ഒരു കെമിക്കൽ അത് പൂക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കെമിക്കൽ കൊണ്ട് വേര് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്ന് ഇങ്ങനെ അറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കമൻ്റായി രേഖപ്പെടുത്താം. ഇത് നമ്മൾ വെറ്റില കൊടിയോടൊപ്പം വെച്ച നമ്മുടെ വാഴയാണ്.
ഇടയ്ക്ക് നമ്മളതിൽ കുമ്മായമൊക്കെ ചേറി കൊടുക്കാറുണ്ട്. കാൽസ്യത്തിൻ്റെ അഭാവമൊക്കെ ദൂരെ കൂട്ടി അതിൽ മാറി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ വാഴയുടെ ദൃശ്യങ്ങളും. ഈ വെറ്റിലക്കൊടിയുടെ കൂടെ സൈഡിൽ നമ്മളൊരു 5 മൂട് വാഴയെ ആ സൈഡിൽ വെച്ചിട്ടുള്ളൂ ഒരു ഭാഗത്ത്. അന്നൊരു തണലിന് വേണ്ടി നമ്മൾ വെച്ചതാണ്. ഇതാണ് കൃഷ്ണായുർവേദയുടെ വെറ്റില കൃഷിയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്.